സുപ്രദാനം ചെയ്യുമാറാകട്ടെ. ആ മഹാമനീഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു ആദർശ പടയോട്ട പോരാട്ടം കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അഹ്ലുസുന്നയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയേണ്ടേ. 100 വർഷക്കാലം പിന്നിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് പലരും ആവശ്യപ്പെടുകയാണ്, ഞങ്ങളാണ് യഥാർത്ഥ സമസ്തയുടെ വക്താക്കൾ എന്ന് പറയുമ്പോൾ സമസ്തയുടെ തനതായ ആദർശങ്ങളും ആശയങ്ങളും മാലോകർക്ക് മുന്നിൽ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ മലയാളക്കരയിൽ മുഴുവനും പ്രചരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും ആരെന്ന് പരിശോധിച്ചാൽ അത് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ്, അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഈ മഹാമനീഷികളുടെ നേതൃത്വത്തിലല്ലേ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളീയ സമൂഹത്തിനു മുന്നിൽ 926 വരക്കല്ലും മുല്ലക്കോയത്തങ്ങളും പാകിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതെങ്കിൽ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ അഹോരാത്രം സംവാദങ്ങളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ, മുഖാമുഖങ്ങളിലൂടെ ആദർശ വൈരികളായ സലഫികളുടെയും മൗദൂദുകളുടെയും കോട്ടകുത്തലങ്ങളെ കിടുകിടാവിറപ്പിച്ചുകൊണ്ട് കർമ്മരംഗത്തേക്ക് ഇറങ്ങിയിട്ട് 100ാം വാർഷികം ആഘോഷത്തിന്റെ നിറവിൽ ഈ പ്രസ്ഥാനം നിൽക്കുമ്പോൾ നാം ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം ആദർശ പടയോട്ടം നടത്തിയത് കൊണ്ടാണല്ലോ 1999 നവംബർ മാസത്തിലെ മുജാഹിദിന്റെ അൽ-ഇസ്ലാഹ്, ഈ അൽ-ഇസ്ലാഹിന്റെ പുറംകട്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആരാണെന്നല്ലേ. താടിയും തലപ്പാവും ധരിച്ചൊരു പണ്ഡിതന് 4 വീലുള്ളൊരു വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്, കയ്യിൽ ഒരു പതാകയുണ്ട്. ഏതാ പതാകയെന്നല്ലേ? സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര കുംഭാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ്ണ പതാകയാണ്. ആരാണ് ആ 4 വീലുള്ള വാഹനത്തിൽ കയറിയിരിക്കുന്നത്? ആരുമല്ല, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ ആദർശ പടയോട്ട ഭൂമികയിൽ നമുക്ക് ആവേശമായ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദ് 999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കിയിട്ട് കേരള യാത്ര നടത്തിയപ്പോൾ കേരളത്തിന്റെ മണ്ണിലുള്ള വഹാബി പ്രസ്ഥാനം അവരുടെ മുഖപത്രമായ അൽ-ഇസ്ലാഹിൽ കാന്തപുരം ഉസ്താദിന്റെ കാർട്ടൂൺ വരക്കുകയാണ്. 4 വീലുള്ള ഒരു രഥത്തിന്റെ ഉള്ളിൽ ഉസ്താദ് ഇരിക്കുന്നു. നല്ല മനോഹരമായ താടി, മനോഹരമായ തലപ്പാവ്, കയ്യിൽ സമസ്തയുടെ മൂവർണ്ണ ത്രിവർണ്ണ പതാക. ഈ പതാകയും പിടിച്ച് ശൈഖുനാ ഉസ്താദ് അവർകൾ ഇരിക്കുമ്പോൾ പിന്നില്ലതാ കുറെ പ്രവർത്തകരുന്ന് ആ വാഹനം കേരളത്തിന്റെ മണ്ണിൽ ഉന്തുകയാണ്. നമ്മുടെ കേരള യാത്രയെ ആക്ഷേപിച്ചുകൊണ്ട് വരച്ച കാർട്ടൂണാണ്. ഉന്തുന്നവർ SYSന്റെയും SSFന്റെയും ഒക്കെ പ്രവർത്തകരാണ്. അന്ന് മുസ്ലിം ജമാഅത്ത് 99 ഇല്ലല്ലോ. ഈ SYSന്റെയും SSFന്റെയും ഒക്കെ പ്രവർത്തകർ ഈ വാഹനം ഉന്തുമ്പോൾ ഈ അൽ-ഇസ്ലാഹിന്റെ പുറംതിട്ടയിൽ നിങ്ങൾ കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ആ 4 വീലുള്ള വാഹനത്തിന്റെ അടിയിൽ കടന്ന് ചതഞ്ഞരയുന്ന കുറെ താടിക്കാരുണ്ട്. ആരാണതെന്നല്ലേ ഞാൻ പറയുന്നതല്ല, അവര് തന്നെ എഴുതുന്നു. 1 മുജാഹിദ്, 2 തബ്ലീഗ് ജമാഅത്ത്, 3 ജമാഅത്തെ ഇസ്ലാമി. പച്ചയായി അവര് തന്നെ 999 നവംബർ മാസത്തിലെ മുജാഹിദിന്റെ മുഖപത്രമായ അൽ-ഇസ്ലാഹിൽ എഴുതുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ ആദർശ പടയോട്ട വാഹനത്തിന്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരയാൻ വിധിക്കപ്പെട്ടവരാ ഞങ്ങള്. പോരാ, ഇതേ അൽ-ഇസ്ലാഹിൽ തന്നെ അവരെഴുതുകയാണ്, കേരള യാത്ര ഓട്ടം തുള്ളല്. ഓട്ടം തുള്ളലായിരുന്നു. ഇപ്പോഴാണ് ജിന്ന് ശൈത്താനൊക്കെ തുള്ളാൻ തുടങ്ങിയത് സലഫികൾക്ക്. ആ ഓട്ടം തുള്ളലിൽ അവര് പറയുന്നു, കേട്ടോ മർത്യരെ വാർത്തയറിഞ്ഞോ കാന്തപുരത്തിൻ കേരള യാത്ര, മർത്യമനസ്സുകൾ ചിന്ന ഭിന്നം കോർത്തിണക്കുമിരതയാത്ര, കൊല്ലകൾ സ്വല്ലകളെല്ലാം വില്ലൊരു മുത്തുതെളിച്ചിടുരസയാത്ര, കാസർകോട്ടിന്നാരംഭിക്കുമനന്തപുരിയിൽ യാത്ര സമാപ്തം എത്തുമ്പോഴീ കേരള നാട്ടിൽ കുട്ടി വഹാബികൾ നെട്ടിവിറക്കും.
നമ്മുടെ റിസാലയിലോ സുന്നി വോയിസിലോ എഴുതിവിട്ടതല്ല. മുജാഹിദിന്റെ മുഖപത്രമായ അൽ ഇസ്ലാം 99 നവംബറിൽ പച്ചയായ ഒരു കാർട്ടൂൺ വരച്ചു. ആ വാഹനത്തിന്റെ അടിയിൽ കടന്ന് ഞെരിഞ്ഞ വരുന്ന ആളുകളെ അവര് തന്നെ എഴുതി. 1 മുജാഹിദ്, 2 ജമാഅത്തെ ഇസ്ലാമി, 3 തബ്ലീഗ് ജമാഅത്ത്. എന്നിട്ട് അവരതേ പുസ്തകത്തിൽ എറിയുന്നു, കാസർകോട്ടിന്നാരംഭിക്കും അനന്തപുരിയിൽ യാത്ര സമാപ്തം. എത്തുമ്പോഴീ കേരള നാട്ടിൽ കുട്ടി വഹാബികൾ നെറ്റിവിറക്കും. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടം കുട്ടി വഹാബികൾ നെട്ടിവിറക്കും. അതേ ഈ വരുന്ന ഡിസംബർ 30-ാം തീയതി കാസർഗോഡ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് കാസർഗോഡ്. സുൽത്താനുൽ ഉലമയുടെ ആദർശ പടയോട്ട വ്യൂഹം കേരളക്കരയിൽ നടത്തിയ കേരള യാത്ര, 2 കേരള യാത്രകൾ നടത്തിയിട്ടുണ്ട്. 1 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കിയിട്ട്, 2ാമത്തേത് മാനവികതയുടെ ഉണർത്തുവായിട്ടുള്ള പാട്ടുമായിട്ട്. ഈ 2 കേരള യാത്രക്കും തുടക്കം കുറിച്ച കാസർഗോഡ്, ആ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണെങ്കിൽ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അഹ്ലുസ് സുന്നയുടെ ആദർശത്തിന് വേണ്ടിയാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ആ മഹാമനീഷി ഇക്കാലഘട്ടത്തിലും പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ യൂണിറ്റ് ആദർശ സമ്മേളനങ്ങളിലൂടെ എന്താണ് വഹാബിസം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്, എന്താണ് മൗദൂദിസം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തന പാതയിൽ നാം സന്തോഷഭരിതരായി മുന്നോട്ട് നീങ്ങേണ്ടവരാണ്.